നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ 1.2 അകത്ത് അതിനെപ്പറ്റി പറയുന്നുണ്ട്. വെബ് സെർവറും വെബ് കണ്ടെയ്നറും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും. വെബ് സെർവർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഇസ് എ സെർവർ സോഫ്റ്റ്വെയർ. അതായത് നമ്മുടെ ടോം കാറ്റ്, ഗ്ലാസ് ഫിഷ് അതുപോലെയുള്ള ഒരു സെർവർ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ വെബ് സെർവർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വിൻഡോസിൽ എടുക്കുകയാണെങ്കിൽ ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സർവീസസ് IIS എന്ന് പറയുന്ന വെബ് സെർവർ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ വെബ് സെർവർ എന്ന് പറയുന്നത്. It is a server software that handles HTTP requests and responses to deliver web pages or web content to clients. അതായത് HTTP റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും എല്ലാം ഈ വെബ് സെർവർ ആയിരിക്കും. റിസീവ് ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസ്പോൺസസ് കൊടുക്കുന്നത് ഈ വെബ് സെർവറിൽ നിന്നായിരിക്കും. അത് ഉപയോഗിക്കുന്ന HTTP പ്രോട്ടോകോൾ ആണ്. വെബ് ബ്രൗസർ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് വെബ് സെർവർ യൂസിംഗ് ദ HTTP protocol. HTTP protocol is specially meant to communicate between client and server using web or internet. അതായത് ഇന്റർനെറ്റ് വഴി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ. To successfully execute the web application, the number of server-side technologies such as JSP, Servlets, and PHP and their libraries are installed on the web server. അതായത് നമുക്ക് മെയിൻ ആയിട്ട് ഈ വെബ് സെർവർ സോഫ്റ്റ്വെയർ സക്സസ്ഫുള്ളി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് JSP ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജാവ സെർവർ പേജസിന്റെ ലൈബ്രറീസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. PHP ആണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ PHPയുടെ ലൈബ്രറീസ് നമുക്ക് വേണ്ടി വരും. അങ്ങനെ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഏത് ടെക്നോളജിയാണോ ഉപയോഗിക്കുന്നത് ആ ടെക്നോളജിയുടെ സർവീസസ് അല്ലെങ്കിൽ ലൈബ്രറീസ് എന്ത് കാണണം, നമ്മുടെ വെബ് സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സിസ്റ്റത്തിൽ കാണണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് വളരെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. വിത്തൗട്ട് ദീസ് ലൈബ്രറീസ് എ വെബ് സെർവർ cannot execute those server technologies based applications. In other words, we may say that the web server creates an execution infrastructure for the server technologies. അതായത് വെബ് സെർവറിന്റെ ഒരു സെർവർ ടെക്നോളജീസിന് വേണ്ടിയുള്ള നമ്മളൊരു സെർവർ സൈഡ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കിനും അതിനുവേണ്ടിയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആയിട്ടാണ് എന്ത് നിൽക്കുന്നത്, എപ്പോഴും വെബ് സെർവർ നിൽക്കുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ അപ്പാച്ചെ ഒക്കെ വരുന്നത്. അപ്പാച്ചെ ടോം കാറ്റ് എന്നൊക്കെ പറയുന്നത് അതിന് എക്സാമ്പിൾ ആണ്. Then web container is a web server component that handles servlets, Java server pages, JSP files and other web tier components. ഈ വെബ് കണ്ടെയ്നറിന്റെ അകത്താണ് നമ്മൾ ഈ JSP പേജസിനെയും അങ്ങനെയുള്ള പേജസുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതിന്റെ അകത്തായിരിക്കും. Web container is also called a servlet container or servlet engine. It is the responsibility of the web container to map a URL to a particular servlet. ഒരു particular servletലോട്ട് ആ URL-നെ മാപ്പ് ചെയ്യാന്ന് പറയുന്നത് വെബ് കണ്ടെയ്നറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. Also, web container ensures that the mapped URL requester has the correct access rights. ഇതിന് കറക്റ്റ് ആക്സസ് റൈറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് വെബ് കണ്ടെയ്നർ ആയിരിക്കും. അടുത്തത് കമ്പയർ ജനറിക് സെർവ്ലെറ്റ് ആൻഡ് വിത്ത് HTTP സെർവ്ലെറ്റ്. HTTP സെർവ്ലെറ്റും ജനറിക് സെർവ്ലെറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അത് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് സെക്കൻഡ് മൊഡ്യൂളിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജനറിക് സെർവ്ലെറ്റ് ആൻഡ് HTTP സെർവ്ലെറ്റ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിനകത്ത് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ഇതിന്റെ ചെക്ക് പ്രോഗ്രസ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതൊന്ന് നിങ്ങൾ നോക്കിയാൽ വളരെ ഉപകാരപ്പെടും.
ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. Generic servlet is an abstract class that implements servlet interface, while HTTP servlet abstract class extends generic servlet interface. അതായത് ജനറിക് സെർവ്ലെറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. ആ ക്ലാസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സെർവ്ലെറ്റ് ഡയറക്ട്ലി സെർവ്ലെറ്റിന്റെ ഇന്റർഫേസ് ആണ്. പക്ഷെ നമ്മുടെ HTTP സെർവ്ലെറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ജനറിക് സെർവ്ലെറ്റ് ക്ലാസ്സിനെയാണ്. Generic servlet class is a base class for HTTP class servlet. Generic servlet does not support any protocol, while HTTP servlet support HTTP and HTTPS protocol. അതായത് ജനറിക് സെർവ്ലെറ്റ് ഒരിക്കലും ഒരു പർട്ടിക്കുലർ ഒരു പ്രോട്ടോകോളിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ HTTP സെർവ്ലെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് HTTP പ്രോട്ടോകോളിനെയും HTTPS പ്രോട്ടോകോളിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. HTTP സെർവ്ലെറ്റ് ക്യാൻ ഹാൻഡിൽ cookies and session, but generic servlet cannot handle them. അതായത് HTTP സെർവ്ലെറ്റിന് നമ്മുടെ കുക്കീസിനെയും സെഷനെയും ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ജനറൽ സെർവ്ലെറ്റിന് അത് പറ്റത്തില്ല. അപ്പം ഈ ജനറൽ സെർവ്ലെറ്റ് എന്ന് പറയുന്നതും HTTP സെർവ്ലെറ്റ് എന്ന് പറയുന്നതും എല്ലാം നമ്മൾ ജാവയിൽ എടുക്കുമ്പോഴത്തേക്കിന് ദാറ്റ് ഇസ് എ ക്ലാസ്. അതെല്ലാം ഒരു ക്ലാസ് തന്നെയാണ്. അപ്പൊ ജനറിക് സെർവ്ലെറ്റ് എന്ന് പറയുന്നത് അപ്പം വേറെ ഒരു സെർവ്ലെറ്റ് എന്ന് പറയുന്ന ഇന്റർഫേസിനെ ജനറിക് സെർവ്ലെറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ HTTP സെർവ്ലെറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ ജനറിക് സെർവ്ലെറ്റ് എന്ന് പറയുന്ന ഇന്റർഫേസിനെ തന്നെയാണ്. ജനറിക് സെർവ്ലെറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെയാണ് നമ്മുടെ HTTP സെർവ്ലെറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പം അതൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം പിന്നെ എല്ലാം ഓർത്തിരിക്കാനുള്ളത് HTTP സെർവ്ലെറ്റ് നമ്മുടെ HTTP പ്രോട്ടോകോളിനെയും HTTPS പ്രോട്ടോകോളിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നു. ബട്ട് ജനറൽ സെർവ്ലെറ്റ് ഡസ് നോട്ട് സപ്പോർട്ട് എനി പ്രോട്ടോകോൾസിനെയൊന്നും അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ HTTP സെർവ്ലെറ്റ് can handle cookies and session, but the generic servlet cannot handle them. അവരെയൊന്നും ഇത് ഹാൻഡിൽ ചെയ്യുന്നില്ല. അതൊക്കെയാണ് നമ്മളുടെ ഡിഫറൻസസ് എന്ന് പറയുന്നത്. What is session management? Explain how cookies can be used to session management. എന്താണ് സെഷൻ മാനേജ്മെന്റ്? എങ്ങനെ നമുക്ക് ഈ കുക്കീസിനെ സെഷനിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ സെഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയായിരുന്നു. സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിനെയാണ്. അതായത് ഒരു പർട്ടിക്കുലർ യൂസറിന് കിട്ടുന്ന ഒരു വർക്കിംഗ് എൻവയോൺമെന്റിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സെഷൻ. അപ്പൊ നമ്മൾ ഒരു നെറ്റ് ബാങ്കിങ്ങിന്റെ ഒരു സൈറ്റിലൂടെ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ലോഗിൻ ചെയ്തു. അപ്പൊ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ then there is a session start. അവിടെ ഒരു സെഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സെഷൻ അവിടെ തുടങ്ങും. അപ്പം ആ ഒരു സെഷൻ അവസാനിക്കുന്നോളം വരെ നമ്മുടെ ആ സെഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ആ സെഷൻ എപ്പോഴായിരിക്കും എൻഡ് ചെയ്യുന്നത്? when we are logging out from the system, then the session automatically ends. അപ്പം ആ ഒരു സമയത്താണ് സെഷൻ എന്താവുന്നത്? എൻഡ് ആയി പോകുന്നത്. അതുവരെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സെഷനിലാണ്. അപ്പൊ പർട്ടിക്കുലർ സെഷൻ എന്തിനാ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ ഈ ഒരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ഏതെടുത്താലും HTTP പ്രോട്ടോകോൾ ഏത് വെബ്സൈറ്റ് എടുത്താലും ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ. അതായത് HTTP ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ. അതായത് ഒരു പേജിൽ നമ്മൾ എന്തെങ്കിലും ഡാറ്റ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സെർവ്ലെറ്റിലോട്ട് ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു റിക്വസ്റ്റ് അടുത്ത ഒരു 100 റിക്വസ്റ്റ് ആയിട്ടായിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു റിക്വസ്റ്റിന്റെ ബാക്കിയായിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഫോം സബ്മിറ്റ് ചെയ്യും. ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ആ ഫോമിന്റെ അകത്ത് കുറെ ഡാറ്റ നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ട്. ഇപ്പൊ യൂസർ നെയിം, പാസ്വേഡ്, അവരുടെ നെയിം ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ഡേറ്റയൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. അതായത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് വേറൊരു പേജിലോട്ടാണ് പോയെങ്കിലും ഈ ഡേറ്റയെല്ലാം വരുന്നത്. അപ്പൊ നെക്സ്റ്റ് ഒരു പേജിലോട്ട് ഈ പേജിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന ഡേറ്റ ഒരിക്കലും എന്ത് വരത്തില്ല, ഓട്ടോമാറ്റിക്കലി അവിടെ വരത്തില്ല. കാരണം നമ്മൾ ഒരു സാധാരണ രീതിയിലുള്ള ഒരു പ്രോഗ്രാം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു വിൻഡോസ് ആപ്ലിക്കേഷൻ ചെയ്യും. അപ്പം ആ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫോമിലും ആ ഒരു ഡേറ്റയെ, ഒരു പർട്ടിക്കുലർ വേരിയബിളിന്റെ ഡേറ്റയെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു വെബ് ആപ്ലിക്കേഷന്റെ അകത്ത് എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ഡേറ്റയെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ ഡേറ്റയെ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ സെഷൻ പോലെയുള്ള കൺസെപ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ ഹിഡൻ ഫീൽഡിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഹിഡൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റയെ ആ ഫീൽഡ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു URL-ന്റെ കൂടെ കുറച്ച് വാല്യൂസിനെ നമുക്ക് പാസ് ചെയ്ത് വിടാനായിട്ട് പറ്റും. ID = 1, നെയിം = XYZ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റയെ പാസ് ചെയ്ത് വിടാനായിട്ട് പറ്റും. അങ്ങനെ ഡേറ്റയെ പാസ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ അപ്പം നമ്മൾ നെക്സ്റ്റ് പേജിലോട്ട് പോകുമ്പോഴത്തേക്കിന് എന്താവും, ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റ നെക്സ്റ്റ് പേജിൽ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ വരുന്ന ഒരു ഡിഫറൻസസ് എന്ന് പറയുന്നത്.
അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് എവിടെയും ഉപയോഗിക്കുന്നത്, നമ്മുടെ സെഷനിലും ഉപയോഗിക്കുന്നത് ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു നെറ്റ് ബാങ്കിങ്ങിന്റെ ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതൊരു നിമിഷവും നമ്മുടെ എപ്പം ഒക്കെ നമ്മുടെ ആ യൂസർ നെയിമിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ യൂസർ നെയിം അല്ലെങ്കിൽ യൂസർ ID വെച്ചിട്ടായിരിക്കും ഈ ബാങ്കിലെ എല്ലാ ട്രാൻസാക്ഷൻസും അവിടെ പോസിബിൾ ആണ്, അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് നമ്പർ വെച്ചിട്ടായിരിക്കും. അപ്പൊ ആ ഒരു അക്കൗണ്ട് നമ്പർ നമ്മൾ ആ നെറ്റ് ബാങ്കിങ്ങിന്റെ ആപ്ലിക്കേഷനിൽ ഏതൊരു വെബ് പേജിൽ പോയാലും എന്തായിരിക്കണം, ആ അക്കൗണ്ട് നമ്പർ നമുക്ക് അവിടെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ ആക്സസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ എന്താവത്തുള്ളൂ, സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെഷൻ എന്ന് പറയുന്നതിന്റെ ഒരു വേരിയബിളിനകത്ത് സെഷൻ വേരിയബിളിനകത്ത് നമ്മളൊരു ഡേറ്റയെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെഷൻ എപ്പോഴാണോ ഡിസ്ട്രോയ് ആകുന്നത്, ആ സെഷൻ എപ്പോഴാണോ നശിച്ചു പോകുന്നത്, അതുവരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, വി ക്യാൻ യൂസ് ദ ഡേറ്റ ഇൻ ദാറ്റ് സെക്ഷൻ. ആ സെഷന്റെ അകത്തെ ഡേറ്റയെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിന് വേണ്ടിയാണ് സെഷൻ നമ്മൾ ഉപയോഗിക്കുക. സെഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയതാണ്. കുറെ കാര്യങ്ങൾ നമ്മുടെ സെഷൻ മാനേജ്മെന്റിന്റെ അകത്ത്, സെഷൻ ഒരു ലൈഫ് സൈക്കിൾ പോലെ തന്നെയുണ്ട്. കാരണം സെഷൻ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം സെഷന്റെ അകത്ത് കാര്യങ്ങളൊക്കെ ഇനിഷ്യലൈസ് ചെയ്യുന്നു, വർക്കിംഗ് നടക്കുന്നു, പിന്നെ സെഷൻ ഡിസ്ട്രോയ് ചെയ്യുന്നു. നമ്മൾ ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെഷൻ ഓട്ടോമാറ്റിക്കലി എൻഡ്സ്. അവിടെ വെച്ച സെഷൻ അവിടെ നിൽക്കുകയാണ്, ഡിസ്ട്രോയ് ചെയ്യപ്പെടുക. പിന്നെ ആ സെഷന്റെ അകത്ത് വാല്യൂസിനെ നമുക്ക് കിട്ടത്തില്ല. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും സെഷനെ പറ്റി പറയുമ്പോഴത്തേക്കിന് നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാണ്, വാട്ട് ഈസ് സെഷൻ മാനേജ്മെന്റ്? സെഷൻ മാനേജ്മെന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ടെക്നിക്സ് ഓഫ് സെഷൻ management servers? Why is session management needed for HTTP protocol? Explain how cookies can be used for session management. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇതിന്റെ അകത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് സെഷൻ മാനേജ്മെന്റ്. പിന്നെ ബാക്കി അവസാനത്തെ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, എക്സ്പ്ലെയിൻ ഹൗ കുക്കീസ് ക്യാൻ ബി യൂസ് ടു സെഷൻ മാനേജ്മെന്റ്. നമുക്കിവിടെ അതിന്റെ ഒരു ആൻസർ ഇവിടെ കൊടുക്കുന്നുണ്ട്. Session management allows servers to maintain information about a series of requests from the same user. അതായത് സെയിം യൂസറിൽ നിന്നുള്ള ഒരു സീരീസ് ഓഫ് റിക്വസ്റ്റിനെ നമുക്ക് ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഇൻഫർമേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി we can use session management. Session in Java Servlet is managed through 4 techniques such as HTTP session API, cookies, URL rewriting and hidden field. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ സെഷന്റെ അല്ലെങ്കിൽ സെഷനെ നമ്മൾ മാനേജ് ചെയ്യുന്നത്. HTTP എന്ന് പറയുന്നത് സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ. ഇറ്റ് മീൻസ് HTTP സെർവർ ഡസ് നോട്ട് റിമെമ്പർ എനി സ്റ്റേറ്റ് ഇൻഫർമേഷൻ. അത് ഒരിക്കലും ആ സെർവറിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻഫർമേഷനെ റിമെമ്പർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ ഈ യൂസർ നെയിം നമ്മളൊരു വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആ പേജ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് എന്തായി, that value is gone. പിന്നെ ആ വാല്യൂവിനെ പറ്റി ആർക്കറിവില്ല, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെബ് സെർവറിന് അതിനെ പറ്റി ഒരു അറിവുണ്ടാവത്തില്ല. For this, cookie can be used in the following. അതായത് നമ്മൾ കുക്കിയെ പറ്റിയാണ് പറയുന്നത്. യു ക്യാൻ ക്രിയേറ്റ് എ കുക്കി ബൈ കോളിംഗ് കുക്കി ക്ലാസ് ലൈക്ക് ഫോളോയിങ്. എങ്ങനെയാണ് ഒരു കുക്കി ക്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ വിളിക്കുന്നത്? കുക്കി you can send the cookie to the client browser by using add cookie. Then you can retrieve the cookies from the request by using get cookie. ഇങ്ങനെയൊക്കെ വെച്ചാണ് നമ്മൾ കുക്കിയെ ആഡ് ചെയ്യുന്നതും കുക്കിക്ക് അതിന് വാല്യൂനെ കിട്ടുന്നതും ഒക്കെ. ജസ്റ്റ് അതൊന്ന് നിങ്ങൾ നോക്കുക.
അടുത്തൊരു പ്രോഗ്രാമാണ് റൈറ്റ് എ JSP പ്രോഗ്രാം യൂസിങ് സ്ക്രിപ്റ്റ്ലെസ് ദാറ്റ് ആഡ്സ് നമ്പേഴ്സ് ഫ്രം 1 to 10 ആൻഡ് പ്രിന്റ്സ് ദ റിസൾട്ട്. നിങ്ങൾ ചെയ്യണം. അപ്പൊ അതും ഇതിൻ്റെ അകത്ത് കാണും. നോക്കാം. ചെയ്ത് നോക്കുന്നതാണ്. അടുത്തത് വാട്ട് ഈസ് വാല്യൂ സ്റ്റാക്ക് ഇൻസ്ട്രക്ട്സ്. ഹൗ വാല്യൂ സ്റ്റാക്ക് is related to OGNN, Object Graph Navigation Language. വാല്യൂ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം. This component is a storage area used to store associated data during processing. That is temporary, model, action and name purpose. അതായത് ടെമ്പററി ഡേറ്റാസിന് എന്തിനെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പോണന്റിനെയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഏരിയയാണ് വാല്യൂ സ്റ്റാക്ക് എന്ന് പറയുന്നത്. OGNL അല്ലെങ്കിൽ ഒബ്ജക്ട് ഗ്രാഫ് നാവിഗേഷൻ ലാംഗ്വേജ്. This component provides the functionality retrieving value stack data and helps in converting data types. അതായത് വാല്യൂ സ്റ്റാക്ക് ഡേറ്റയെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയാണ് OGNL എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നത്. How are value stack and OGNL related to each other? നമ്മളിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് നോക്കാതെ +1. The value stack store action and all the data related to action, where the OGNL facilitates manipulating the data available in the value stack. അതായത് വാല്യൂ സ്റ്റാക്കിന്റെ അകത്ത് വാല്യൂ സ്റ്റാക്ക് എന്താ ഇത് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ആക്സസ് സ്റ്റോറേജ് ഏരിയ ഫോർ സ്റ്റോറിംഗ് ആക്ഷൻ ആൻഡ് ഓൾ റിലേറ്റഡ് ഡേറ്റ ടു ദ ആക്ഷൻ. ഡേറ്റ റിലേറ്റഡ് ടു ദ ആക്ഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വാല്യൂ സ്റ്റാക്ക് ഉപയോഗിക്കുന്നത്. OGNL എന്ന് പറയുന്നത് is used for manipulating the data available at the value stack. വാല്യൂ സ്റ്റാക്കിന്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി we can use OGNL. Then differentiate between Spring and Hibernate. സ്പ്രിങ്ങും ഹൈബർനേറ്റും നമ്മൾ എടുത്താൽ അറിയാം. സ്പ്രിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ജാവയിലെ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. പക്ഷെ ഹൈബർനേറ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഹാൻഡ്ലിംഗിന് വേണ്ടി ORM മാപ്പിങ്ങിന് വേണ്ടിയാണ് മെയിനായിട്ടും ഹൈബർനേറ്റ് ഉപയോഗിക്കുന്നത്.
നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അറിയാം, സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്, ബട്ട് ഹൈബർനേറ്റ് ഈസ് ആൻ ORM ലൈബ്രറി, ഒരു ലൈബ്രറി ആയിട്ടാണ് നമുക്ക് ആക്ട് ചെയ്യുന്നത്. അതുപോലെ മാനേജസ് ഓവറോൾ ആപ്ലിക്കേഷൻ സ്ട്രക്ചർ കമ്പോണൻസ് ആൻഡ് ഡിപെൻഡൻസീസ്. സ്പ്രിംഗ് എല്ലാ ആപ്ലിക്കേഷന്റെ കമ്പോണൻസിനെയും സ്ട്രക്ചറിനെയും എല്ലാം മാനേജ് ചെയ്യുന്ന ആരായിരിക്കും? സ്പ്രിംഗ് ആയിരിക്കും. പക്ഷെ മറ്റേ മാപ്പിംഗ് ഒബ്ജക്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, മാപ്പിംഗ് ഒബ്ജക്ട്സ് ടു ഡാറ്റാബേസ് ടൂൾസ്, ഡാറ്റാബേസ് ടേബിൾസ്, അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഹെൽപ്പറായിട്ട്. അതുപോലെ ഫംഗ്ഷനാലിറ്റി എടുത്താലും പ്രൊവൈഡ്സ് ഫീച്ചർ ലൈക്ക് ഡിപെൻഡൻസി ഇൻജെക്ഷൻ, ആസ്പെക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ട്രാൻസാക്ഷൻ മാനേജ്മെന്റ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് സ്പ്രിംഗിന്റെ അകത്ത് വരുന്നത്. മറ്റേതാണെങ്കിൽ ഡാറ്റ പെർസിസ്റ്റൻസ്, റിട്രീവൽ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റാബേസ്, അതൊക്കെയാണ് ഹൈബർനേറ്റിന്റെ അകത്ത് വരുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു സ്പ്രിംഗിന്റെ ഹൈബർനേറ്റ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സ്പ്രിംഗ് നമുക്ക് ഹൈബർനേറ്റിനെ എവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്? സ്പ്രിംഗിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ ഹൈബർനേറ്റിന് സ്പ്രിംഗിന്റെ കൂടെ വർക്ക് ചെയ്യാം, അല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. MVC, സെക്യൂരിറ്റി, ഡാറ്റ ആക്സസ്, ഇങ്ങനെയുള്ള മൊഡ്യൂൾസ് ഒക്കെ പ്രോഡക്റ്റാണ് സ്പ്രിംഗിനുണ്ട്. പക്ഷെ ഹൈബർനേറ്റ് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ORM എഞ്ചിൻ, ഒബ്ജക്ട് റിലേഷണൽ മാപ്പിംഗ് എഞ്ചിന് വേണ്ടി, കൊറി ലാംഗ്വേജിന് വേണ്ടിയിട്ടാണ് മൊഡ്യൂൾസ്. What is dependency injection is going on? Spring framework. Dependency injection എന്താന്ന് പറയുന്നത്? Dependency injection implements the principle of inversion of control, allowing creating and binding the dependent objects outside of the class. അതായത് നമുക്ക് ക്ലാസ്സിൽ ഔട്ട്സൈഡിലായിട്ടുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും ബൈൻഡ് ചെയ്യാനും പറ്റുന്നത് ഡിപെൻഡൻസി ഇൻജെക്ഷൻ കൊണ്ട് സാധിക്കുന്നു. It separates object creation from its usage and thus reduces the boilerplate code based on the business logic. അതായത് ബിസിനസ് ലോജിക്കിന്റെ അകത്തുള്ള ഒറ്റ കട്ടിയുള്ള കോഡുകളെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഒരു ഡിപെൻഡൻസി ഇൻജെക്ഷൻ കൊണ്ട് നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും.
The question, what is Bootstrap? Briefly discuss the factors that makes Bootstrap a popular choice for the development of web applications. Bootstrap എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ ഫ്രെയിംവർക്ക്, ഒരു UI ഫ്രെയിംവർക്ക് ആണ് Bootstrap എന്ന് പറയുന്നത്. UI ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷന്റെ യൂസർ ഇന്റർഫേസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ്. ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഓൾറെഡി പ്രോഗ്രാംഡ്, അത് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതിനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് യൂസ് ഇറ്റ്, നമ്മൾ അതിനെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്രെയിംവർക്കാണ് നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത്. യൂണിറ്റ് 8 നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് എന്താണെന്ന് കാണാൻ പറ്റും. The Bootstrap takes care of everything related to responsiveness without the user need to do. Its user needs to do the responsive bit. Bootstrap automatically scales in and out
among the devices such as mobile phones, tablets, laptops, desktop computers, screen readers, etc. അതായത് റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. അതായത് നമ്മൾ ലാപ്ടോപ്പിൽ ഒരു വെബ്സൈറ്റ് എടുത്തിരിക്കുന്നു. ആ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണിൽ എടുത്തു കഴിഞ്ഞാലും നമുക്കതൊരു റെസ്പോൺസീവ് രീതിയിൽ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ എങ്ങനെ കാണുന്നു അതിൻ്റെ അകത്തെ കണ്ടന്റ്സ് എല്ലാം നമുക്ക് എവിടെയും കാണാൻ സാധിക്കണം, നമ്മുടെ മൊബൈലിലും കാണാനായിട്ട് സാധിക്കണം. അങ്ങനെയുള്ള ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ റെസ്പോൺസീവ്നെസ് എന്ന് പറയാം. അപ്പം റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് വി ക്യാൻ യൂസ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പ് ഈസ് ഓൾറെഡി പ്രോഗ്രാംഡ്. അത് ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന്റെ ആ ലൈബ്രറീസിനെ നമ്മൾ നമ്മുടെ ആ ഒരു വെബ് ആപ്ലിക്കേഷൻ, ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. Bootstrap was originally created by a designer and developer at Twitter in mid-2010. Prior to being an open source framework, Bootstrap was known as Twitter Blueprint. Bootstrap is a free, popular, and open source CSS framework directed at responsive mobile-first front-end development. Unlike many web frameworks, it concerns itself with the front-end development. ഇത് front-end development മാത്രമാണ് നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിക്കുന്നത്. It contains HTML and CSS-based design templates for various interface components such as typography, forms, buttons, modals, image carousels, navigations, etc., as well as optional JavaScript extensions. Responsive web design is an approach to web design that makes web pages and just automatically to look good and render well on a variety of devices and window or screen size from minimum to maximum display size. അതായത് നമുക്കറിയാം, ഈ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന പോലെ, ഈ പടം കാണുന്നത് പോലെ തന്നെയാണ്. അതായത് നമുക്കൊരു റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണോ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ കമ്പ്യൂട്ടറിൽ കാണുന്നില്ല, നമ്മുടെ ടാബിലും നമ്മുടെ മൊബൈലിലും കാണാനായിട്ട് സാധിക്കും. Browser support and Bootstrap supports all popular web browsers such as Chrome, Safari, Firefox, Opera, and general Internet Engine. Responsive design. Bootstrap enables us to write responsive websites very easily. Its responsive CSS adjusts automatically to desktops, tablets, and mobiles. ഓക്കെ, എല്ലാവരും നോക്കുക. 5 minutes ബ്രേക്ക് എടുത്തു.
Next question, what is Spring Boot? Write the steps to deploy Spring Boot web application as jar and var files. എങ്ങനെയാണ് ഒരു സ്പ്രിംഗ് ബൂട്ടിനെ ജാർ വാറൊക്കെ ആക്കുന്നതെന്നാണ് അടുത്ത പറയുന്നത്. വാട്ട് ഈസ് സ്പ്രിംഗ് ബൂട്ട്? റൈറ്റ് ദ സ്റ്റെപ്സ്. നമ്മളത് സ്പ്രിംഗ് ബൂട്ട് എന്താണെന്നൊക്കെ നേരത്തെ ക്വസ്റ്റ്യനിൽ നോക്കിയതാണ്, അത് നോക്കുന്ന കാര്യമില്ല, കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ ഉണ്ടായിരുന്നു. അതിനടുത്ത് വാട്ട് ഈസ് ഹൈബർനേറ്റ് ക്വറി ലാംഗ്വേജ്? SQL എന്താണ്? ഹൗ ഡസ് SQL ഡിഫർ ഫ്രം SQL? അതായത് SQLും നമ്മുടെ SQLും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് അടുത്തത് പറയുന്നത്. ഹൈബർനേറ്റ് ക്വറി ലാംഗ്വേജ് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. Hibernate query language is an object-oriented query language. It is similar to the database SQL language. The main difference between SQL and SQL is SQL uses class name instead of table. അതായത് നമ്മൾ SQLിന്റെ അകത്ത് ജസ്റ്റ് ഒരു ടേബിൾ ബേസ്ഡ് ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യുന്നത്? SQL ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ that is only Hibernate query language. The table name പകരം നമ്മൾ ഉപയോഗിക്കുന്നു. Just use the class name and property names instead of column name. SQL queries for select, update, delete and insert is explained. SQLിന്റെ സെൽഫ് ക്വറി എങ്ങനെയാണ് എഴുതുന്നതെന്നും അപ്ഡേറ്റ് ക്വറി എങ്ങനെയാണ് എഴുതുന്നതെന്നും ഒക്കെ സാമ്പിൾ കാണിച്ചുകൊണ്ട് ആ സാമ്പിൾ കാര്യം നോക്കുക. So then briefly discuss the term Spring Data Repository. Spring Data Repository എന്താണ്? Also explain the root repository. Spring Data Repository ഇവിടെയുണ്ട്. Spring Data Repository aims to reduce the boilerplate code required to implement the DAO layer into a project for various persistent stores. Spring Data Repository has different interfaces, each having different functionality. The following interfaces in the Spring Data Repository have been explained. ഇത് എന്തൊക്കെയാണെന്ന് പറയുന്നത് ഒരു repository ആണ്. A Spring Data Repository will auto-generate the implementation based on the method name. The auto-generation flow repository interface provides all basic code operations related to API.
അതായത് എല്ലാ ബേസിക് ആയിട്ടുള്ള റൂട്ട് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഇങ്ങനെയുള്ള എല്ലാ ഓപ്പറേഷൻസും, അതായത് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഇങ്ങനെയുള്ള എല്ലാ റൂട്ട് ഓപ്പറേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റൂട്ട് ഓപ്പോസിറ്ററിക്കകത്താണ് അതിന്റെ എല്ലാ ഓപ്പറേഷൻസും കിടക്കുന്നത്. അതിന്റെ മെത്തേഡ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡിലീറ്റ് ബൈ ഐ ഡി, ഡിലീറ്റ്, ഡിലീറ്റ് ഓള്, ഇങ്ങനെയൊക്കെയുള്ള സേവ് ഓള്, ഫൈൻഡ് ബൈ ഐ ഡി. അപ്പം ആ റൂട്ട് റെപ്പോസിറ്ററിക്കകത്താണ് ഇതെല്ലാം. ജാവ ഇത് നമ്മൾ ഇന്നലെ നോക്കിയതാണ്. ജാവ എക്സ്റ്റൻഷൻ. So what is Spring Security? Discuss the terms authentication and authorization. ഇത് നോക്കിയതാണ്. Authentication എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, when we are able to log into a site, into an application, then we are authenticated. നമ്മൾ authenticated ആണ് പറയാം. Authorized എന്ന് പറഞ്ഞാൽ after authentication we need to authorize, we need some authorization for viewing some pages. അതായത് ചില പേജസ് ഒക്കെ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഓതറൈസേഷൻ ആക്സസ് വേണം. ആ കറസ്പോണ്ടിങ് ആക്സസിനെയാണ് നമ്മൾ ഓതറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഓതന്റിക്കേറ്റഡ് യൂസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പർട്ടിക്കുലർ ഒരു സൈറ്റിൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാൻ പ്രിവിലേജ് ഉള്ള യൂസേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, can call them as authenticated users. ഓതറൈസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള യൂസേഴ്സും ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓതന്റിക്കേഷൻ കിട്ടിയതിനു ശേഷം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അതിനെയാണ് നമ്മൾ എപ്പോഴും ഓതറൈസേഷൻ എന്ന് പറയുന്നത്. അതിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓതറൈസേഷൻ ഒരു സെറ്റപ്പിലോട്ട് പോകും. ഓതറൈസ്ഡ് ആണ്. ഇനി അടുത്തത് ലോഗിൻ ഫോം കസ്റ്റമൈസേഷൻ എന്തിനാണ്, അത് മുന്നേ പറഞ്ഞാണ്. Servlet architecture, JSP lifecycle, annotation and its types, aspect oriented programming. ഇതൊക്കെയാണ് അടുത്ത ചോദിച്ചത്. question ആണ്. What is web application? Explain the use of web server for development of web application. Describes the web server and web container. ഇതെന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു. വെബ് കണ്ടെയ്നറും വെബ് സെർവറും എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിൻ്റെ വെബ് ആപ്ലിക്കേഷൻ എന്താണെന്ന് അതും ഫസ്റ്റ് യൂണിറ്റിൽ തന്നെയുണ്ട്. ഒരു വെബ് ആപ്ലിക്കേഷനെ പറ്റി എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ പറയുന്നുണ്ട് ഒരു വെബ് ആപ്ലിക്കേഷനും യൂസറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് യൂസിങ് HTTP പ്രോട്ടോകോൾ വെച്ചിട്ടാണ്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ യു ആൻഡ് ദ വെബ് ആപ്ലിക്കേഷൻ
are fulfilled using HTTP request and HTTP response with the HTTP protocol and method. When you write your program in a programming language such as Subnet and JSP, this will be our JSP will be using some other terms like web server and web container in addition to HTTP request and response. ഒരു HTTP റിക്വസ്റ്റ് HTTP റെസ്പോൺസ് വെച്ചിട്ടാണ് നമ്മൾ വെബ് സെർവറിനെ വെബ് കണ്ടെയ്നർ ചെയ്യുന്നത്. വെബ് സെർവർ എന്താണ്, വെബ് കണ്ടെയ്നർ എന്താണ് പറയുന്നത്. And question, what is a design pattern? Explain the use of singleton design pattern with the help of an example. നമുക്ക് ഡിസൈൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പ്രോഗ്രാമിങ്ങിനെ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇതിനാണ് ഡിസൈൻ പാറ്റേൺസ് എന്ന് പറയുന്നത്. ഡിസൈൻ പാറ്റേൺസ് ആർ ദ ബെസ്റ്റ് സൊല്യൂഷൻസ് ദാറ്റ് ആർ ടെസ്റ്റഡ്, വെരിഫൈഡ്, ഡെവലപ്ഡ് പ്രോട്ടോടൈപ്സ് ദാറ്റ് ക്യാൻ സ്പീഡ് അപ്പ് the development process. When you may face problems during software development, the design patterns gives you an explanations for those problems. Experienced developers have developed these explanations to provide final solutions to the problems. Singleton design pattern എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പൊ singleton design pattern is the simplest software design pattern amongst the 23 well-known four design patterns. It comes under the creational design pattern category, which deals with the creation of an object. Singleton design pattern is used to create only one instance of a class and all other classes of the application and use this instance. അതായത് ഒറ്റ ഒരു ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്സസ് ആയിരിക്കും എവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്, സിംഗിൾ ടോൺ ക്ലാസ് ഡിസൈൻ പാറ്റേണിൽ നമ്മൾ ഉപയോഗിക്കുന്നത്.
വാട്ട് ഈസ് എ സർവ്ലെറ്റ് ആണ്. സർവ്ലെറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. What is servlet? Explain the use of HTTP protocol and servlet programming. Explain the use of get and post methods. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നോക്കിയതാണ്. What is stress 2? Explain the four components of stress 2. Stress 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം stress 2 is a Java framework. ജാവ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് നമ്മുടെ സ്ട്രെസ് 2 എന്ന് പറയുന്നത്. സ്ട്രെസ് 2ന്റെ കമ്പോണൻസ് എന്താണെന്ന് നമ്മുടെ 5.2 അത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. What are JSP implicit objects? (4.6) പറയുന്നത് JSP implicit objects എന്തൊക്കെയാണെന്ന്. നമ്മുടെ ഔട്ട് ഒബ്ജക്റ്റ്, റിക്വസ്റ്റ് ഒബ്ജക്റ്റ്, റെസ്പോൺസ് ഒബ്ജക്റ്റ്, സെഷൻ ഒബ്ജക്റ്റ്, ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മുടെ ഇംപ്ലിസിറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. Explain the use of authorized tag for providing new layer security with the help of programming. Authorized tag, this tag supports secure information based on the user's role or permission to access URL. A particular URL നെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓതറൈസേഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. ആക്സസ് ദെൻ URL. Application view layer might need to display certain information based on user's role. ഇവിടെ നമുക്ക് കാണാം അത് ഓതറൈസ് ആക്സസ് ഓതന്റിക്കേറ്റഡ് ആണെങ്കിൽ ആക്സസ് കൊടുക്കുക, ഓതറൈസ്ഡ് ആയിട്ടുള്ളവർക്ക് ഓതന്റിക്കേറ്റഡ് ആണെങ്കിൽ ആക്സസ് കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സെഷൻ മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. ജാവ സെക്യൂർ സോക്കറ്റ് എക്സ്റ്റൻഷനെ പറ്റി നമ്മൾ പറഞ്ഞു. അതിനടുത്തത് എക്സ്പ്ലെയിൻ
കോർ കണ്ടെയ്നർ ആൻഡ് കമ്പോണന്റ് സ്പ്രിംഗ് ഫ്രെയിംവർക്ക്. സ്പ്രിംഗ് ഫ്രെയിംവർക്കിന്റെ അകത്ത് കോർ കണ്ടെയ്നർ എന്താണെന്നും അതിന്റെ കമ്പോണന്റ്സ് എന്താണെന്നാണ് പറയുന്നത്. How code is mapped to SQL state. മാപ്പ് നമുക്ക് വേണം 8.5.1 അകത്ത് പറയുന്നുണ്ട് മാപ്പ് ടു കാണാം. ക്രിയേറ്റ്, ഇൻസെർട്ട്, റീഡ്, സെലക്ട്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ്. വളരെ സിമ്പിൾ ആണത്. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അതുകൊണ്ട് ജാവ ക്ലാസ് അവസാനിക്കും. വെബ് ആപ്ലിക്കേഷന്റെ ക്ലാസ് തീരുകയാണ്. ഓക്കെ, താങ്ക് യു.